നമസ്കാരം. ഏതൊരു ഗ്രാമത്തിനും അതിനഭിമാനമായി മാറുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അത് കലയായാലും സാഹിത്യത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും കൃഷിയിലായാലും ഇനി ഏത് മേഖലയിലായാലും. എന്നാൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഒരു രാജ്യത്തെ കാക്കുന്ന സൈനികർ എന്നും ഒരു നാടിന്റെ വലിയ അഭിമാനം തന്നെയാണ്. ഈ സ്വാതന്ത്ര്യദിന ആഘോഷവേളയിൽ നമ്മളോടൊപ്പം ഉള്ളത് ചുനക്കരയുടെ ധീരപുത്രൻ എന്ന് മലയാള മനോരമ വിശേഷിപ്പിച്ച 1995 ഇന്ത്യൻ പ്രസിഡന്റ് കയ്യിൽ നിന്നും ധീരതയ്ക്കുള്ള അവാർഡ് ലഭിച്ച ബ്രിഗേഡിയർ ഡോക്ടർ VD എബ്രഹാമാണ്. 16th ഇന്ത്യൻ സയന്റിഫിക് എക്സ്പെഡീഷന്റെ ആർമി ലീഡർ ആയിരിക്കുമ്പോൾ കൊടും തണുപ്പത്ത് സ്വയം രക്ഷയെ വകവയ്ക്കാതെ തന്റെ സഹസൈനികരെ രക്ഷിച്ചതിനാണ് രാജ്യം അദ്ദേഹത്തിന് സേനാ മെഡൽ നൽകി ആദരിച്ചത്. 2026 ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യദിനം. ബ്രിഗേഡിയർ ഡോക്ടർ VD എബ്രഹാമിന് ധീരതയ്ക്കുള്ള അവാർഡ് ലഭിച്ചതിന്റെ 30ാം വാർഷികം കൂടിയാണ് ഇന്ന്. ചുനക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ തന്റെ സഹപാഠിയായിരുന്ന അഡ്വക്കേറ്റ് കേരളകുമാരനുമായുള്ള ഒരു സൗഹൃദ സംഭാഷണ വേളയിലാണ് അദ്ദേഹം ഓർമ്മകൾ പങ്കുവച്ചത്. ഞാൻ 1979 ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ജോയിൻ ചെയ്തു. എനിക്ക് അവിടുന്ന് കമ്മീഷൻ കിട്ടിയത് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്ന കോറിലോട്ടാണ്. ആ കോറിൽ ആർക്ക് ഓഫീസേഴ്സിന് കമ്മീഷൻ കിട്ടുന്നു ഉടനെ തന്നെ അവര് ബിടെക്കിന് വിടും. അങ്ങനെ ബിടെക് കഴിഞ്ഞു. ബിടെക്കിൽ നല്ലപോലെ നല്ല ഗ്രേഡിങ് കിട്ടിയത് കാരണം MTech കിട്ടി. അതിനുശേഷം ഇതിനിടയ്ക്ക് നമ്മൾ ഓരോരോ യൂണിറ്റുകളിൽ ഈ റിപ്പയർ ആൻഡ് ടെക്നോളജി, അങ്ങനെയുള്ള റിസർച്ച്, ഇങ്ങനെയുള്ള പല ജോലികൾക്ക് വേണ്ടി നമ്മളെ എൻഗേജ് ചെയ്യും. ഇതിന് ശേഷം ഇതിനിടയ്ക്കാണ് ഞാൻ വന്ന് പറയാൻ പറ്റുപോയി. പെട്ടെന്ന് ഞാനൊരു ലെറ്റർ കണ്ടിരുന്നു. ഗവർണറുടെ ADC ജമ്മു ആൻഡ് കാശ്മീരിന്റെ ആവശ്യമുണ്ടെന്ന്. ഞാൻ ചുമ്മാതെ കാഷ്വലി അപ്ലൈ ചെയ്തു. അങ്ങനെ എന്നെ സെലക്ട് ആയി. അങ്ങനെ ഒരു 3 വർഷം ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഗവർണറുടെ ADC ആയിട്ട് ശ്രീനഗറിലും ജമ്മുവിലും ജോലി ചെയ്തു. ആ സമയം ഞാൻ MTech കഴിഞ്ഞതിന് ശേഷം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് പല പേപ്പറുകളും സയന്റിഫിക് പേപ്പറുകളും എഴുതി. ഇതെല്ലാം വെച്ചുകൊണ്ട് അതിനിടയ്ക്ക് എനിക്ക് വേറൊരു അവസരം കൂടെ കിട്ടി. ഇത് കഴിഞ്ഞതിന് ശേഷം വന്നപ്പോഴത്തേക്ക് ഗാങ്ടോക്കില് ഒരു യൂണിറ്റ് കമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലെറ്റർ കണ്ടു. അന്റാർട്ടിക്ക സയന്റിഫിക് എക്സ്പെഡീഷന് ഓഫീസേഴ്സിനെ ആവശ്യമുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സാണ്. ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിരുന്നു. എന്നാലും ഞാൻ അപ്ലൈ ചെയ്തു. അത് ആപ്ലിക്കേഷൻ മുന്നോട്ട് പോയില്ല. രണ്ടാമത് അപ്ലൈ ചെയ്തു, അതും പോയില്ല. എന്നാലും ഒരു മൂന്നാമത് അപ്ലൈ ചെയ്തു. അപ്പോഴത്തേക്ക് ആ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്ന സീനിയർ ഓഫീസർ എന്നെ ഒഫീഷ്യൽ ഇൻസ്പെക്ഷൻ എൻ്റെ യൂണിറ്റിലേക്ക് വന്നു. ഞാൻ ചോദിച്ചു, സാറ് എൻ്റെ യൂണിറ്റിന്റെ ഇൻസ്പെക്ഷനിൽ സംതൃപ്തനാണോ? കണിശമായിട്ടും ഞാൻ വളരെയധികം സംതൃപ്തനാണെന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് എന്തുകൊണ്ട് അന്റാർട്ടിക്കയ്ക്ക് പോയിക്കൂടാ? കണിശമായിട്ട് പോവാം, പക്ഷെ എൻ്റെ ആപ്ലിക്കേഷൻ ഫോം സാറിൻ്റെ ഓഫീസിലെത്തി കിടക്കുകയാണ്. സാരമില്ല, ഇന്ന് തന്നെ അത് ഫോർവേഡ് ചെയ്യാം. അങ്ങനെ എൻ്റെ ആപ്ലിക്കേഷൻ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഫോർവേഡ് ചെയ്തു. ഇന്റർവ്യൂ കഴിഞ്ഞു. 16 മാസത്തേക്ക് ഞാൻ അന്റാർട്ടിക്ക സയന്റിഫിക് എക്സ്പെഡീഷനിലെത്തി. ആ 16 മാസത്തില് ഒരു പ്രത്യേക വിവരണമുണ്ട്. ഒരു ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടി. അതിനുശേഷം പല സയന്റിഫിക് പ്രോജക്ട്സിലും എനിക്ക് പങ്കുചേരാൻ ഇടവന്നു. അതിനുശേഷം തിരിച്ചു വന്ന് കുറച്ച് ദിവസത്തേക്ക് ലഫ്റ്റനന്റ് ജനറലായി കഴിഞ്ഞപ്പോഴത്തേക്ക് 2 വർഷത്തേക്ക് സ്റ്റഡി ലീവ് എടുത്ത് ഞാൻ PhD ചെയ്യാൻ പോയി. ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പോയി. അത് കഴിഞ്ഞ ഉടനെ തന്നെ വേറൊരു യൂണിറ്റ് ഫുൾ കേണലായിട്ട് പോയി. അങ്ങനെ ഒരു 10 വർഷം ഫുൾ കേണലായിട്ട് ഇരുന്നതിന് ശേഷം ഇതിനിടയ്ക്ക് ഡീൻ ഫാക്കൽറ്റി, രജിസ്ട്രാർ ഓഫ് ആർമി യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള പല ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അപ്പോയിന്റ്മെന്റിലായിരുന്നു. എന്നാൽ ഈ 2009 ഞാൻ ബ്രിഗേഡിയറായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ ഉധംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രിഗേഡിയർ EME ആയിട്ട് അപ്പോയിന്റ്മെന്റ് ആയി.
അതിലവിടെയും അവിടെ സാധാരണ 2 വർഷമായിരിക്കുന്നത്, എന്നെ 4 വർഷം അവിടെ വെച്ചിരുന്നു. ആ ജോലി കാരണം അവിടുന്ന് റിട്ടയർമെന്റ് എടുത്തു. 2 വർഷം കൂടെ എനിക്ക് സർവ് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ PhD എഞ്ചിനീയറിംഗിൽ ചെയ്തത് കാരണം ഞാൻ വിചാരിച്ചു, പല ആൾക്കാരും എന്നെ വൈസ് ചാൻസലറായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ അവസരം വൈസ് ചാൻസലറായിട്ട് പോകുന്നതായിരിക്കും നല്ലത് വിചാരിച്ചു. ഞാൻ റിട്ടയർമെന്റ് ചെയ്തു. ഞാൻ ചുനക്കരെ പറ്റി പറയുന്നത്, എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ബഹുമതി ചുനക്കര പഞ്ചായത്ത് പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ, ഞാൻ അന്ന് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലായിരുന്നു. ലീവിൽ വന്നത് കാരണം കണ്ടിന്യൂസ് സ്റ്റാമിന ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരനെയും കൂടി പറഞ്ഞു, നീ സൈക്കിളിൽ വാ, ഞാൻ ഓടിക്കോളാം. ഞാൻ മാവലി അമ്പലത്തിന്റെ ചുനക്കര അമ്പലത്തിന്റെ അവിടുന്ന് ഓടി കല്ലുമലയിൽ കൂടെ പോയി തിരിച്ച് കുറത്തിയാട് വഴി തിരിച്ച് പോസ്റ്റ് ഓഫീസ് മുക്കിൽ എത്തിയപ്പോഴത്തേക്ക് ആരാണ്ടൊക്കെ എന്നെ തിരക്കി നടക്കുന്നു. അപ്പോഴത്തേക്ക് ഞാനൊരു 16 കിലോമീറ്ററോളം ഓടിക്കഴിഞ്ഞു. അതിനുശേഷം അന്ന് നോക്കിയപ്പോഴത്തേക്ക് ചുനക്കര വോളിബോൾ ടീമിനെ 2 ഗെയിമിന് തോൽപ്പിച്ച് നിൽക്കുന്നു മാങ്കാങ്കുഴി ടീം. അന്നേരം ഞാൻ ചെന്ന് ഇറങ്ങി 3-ാമത്തെയും 4-ാമത്തെയും 5-ാമത്തെയും ഗെയിം ഞങ്ങൾ ജയിച്ചു. അന്നേരം അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു മുതിർന്ന അധ്യാപകൻ പറഞ്ഞു, ഇതാണ് എബ്രഹാം വന്ന് ചുനക്കരയെ രക്ഷിച്ചു. ഏറ്റവും ചെറുപ്പത്തിലായിരുന്നെങ്കിലും ആ വാക്കുകൾ നമ്മൾ കൂടുതലധികം പ്രതിധ്വനിക്കും. ഇതിനുപരിയായിട്ട് പല സ്ഥലങ്ങളിലും അന്റാർട്ടിക്കയിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടിയപ്പോഴത്തേക്കും ഏതൊരവസരത്തിലും എന്നെ ആദരിക്കാൻ ചുനക്കര മുന്നോട്ട് വന്നു. എങ്ങനെയാണ് എൻ്റെ ഒരു അടുത്ത സുഹൃത്തായ ശ്രീകുമാർ ഈ അന്റാർട്ടിക്കയിലെ പര്യടനത്തെ പറ്റി വളരെയധികം ന്യൂസ് കവറേജ് കൊടുത്തിരുന്നു. അത് കാരണം പല കാര്യങ്ങളിലും എനിക്ക് ഓരോരുത്തരും പോയി സഹായിക്കാൻ പറ്റി. ഞാൻ ആരാണെന്നും യുവജനങ്ങൾ അറിഞ്ഞു. യുവജനങ്ങൾക്ക് എന്നെ കൊണ്ട് എന്ത് ഗുണമുണ്ടാണെന്നും അവരറിഞ്ഞു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് ഗുണഭോക്താക്കളാകാൻ എന്നെ ആശ്രയിച്ചു. ഞാൻ കഴിയുന്നിടത്തോളം എല്ലാവരെയും സഹായിച്ചു. അത് കാരണം നമുക്ക് പെട്ടെന്നൊരു ദിവസം എൻ്റെ മറ്റൊരു സുഹൃത്ത് എന്നെ വിളിച്ചു. എന്നെ ഇവിടെ ഉള്ളവരെല്ലാം വർഗീസ് എന്നാണ് അറിയുന്നു. വർഗീസ് ഇന്ന ദിവസം ഫ്രീ ആകുമോ? ഞാൻ അന്ന് ജോലിയിലിരിക്കുന്നത് സെക്കൻഡറാബാദിലായിരുന്നു. ഞാൻ പറഞ്ഞു അന്ന് ഫ്രീ ആണ്. എന്താണ് കാര്യം? ചുനക്കര മഹാദേവ ക്ഷേത്രം നിങ്ങളെ ലൈഫ് ടൈം അച്ചീവ്മെന്റിനുള്ള അവാർഡിന് സെലക്ട് ചെയ്തിരിക്കുന്നു. അത് ദീപാരാധന സമയം കൊടിയേറുന്നതിന് മുമ്പ് ഉള്ള ഒരവസരത്തിൽ വാങ്ങാൻ പറ്റുമോ? ഞാൻ കലണ്ടർ നോക്കിയപ്പോഴത്തേക്ക് അന്നൊരു ദുഃഖവെള്ളിയാഴ്ചയാണ്. ഞാൻ പറഞ്ഞു വരാം, നാട്ടിൽ ആരുമില്ല, എങ്കിലും ഞാൻ വരുന്നു, നിങ്ങളുടെ ആദരവ് ഏൽക്കുവാൻ വേണ്ടി വരുന്നു. രാവിലെ ഞാൻ ദുഃഖവെള്ളിയാഴ്ച കാരണം ചുനക്കര മാർത്തോമ പള്ളിയിൽ പോയി. അന്ന് ഉപവാസമായിരുന്നുകൊണ്ടൊന്നും കഴിച്ചില്ല. വൈകിട്ട് വന്ന് ദീപാരാധനയ്ക്കുള്ള കഴിഞ്ഞ് അവിടെ വെച്ച് ഈ അവാർഡ് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ചുനക്കരയെ എങ്ങനെ നമിക്കണമെന്നറിയാതെ, ആ കൂട്ടത്തെ എങ്ങനെ നമിക്കണമെന്നറിയാതെ വിങ്ങിപ്പൊട്ടിപ്പോയി. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പുണ്യ സമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതാണ്. ചുനക്കരയെ പറ്റി പറഞ്ഞാൽ വരുമ്പോഴും ലീവിൽ വരുമ്പോഴും എല്ലാം ഓരോ കളികളിലും ഓരോ പ്രകടനങ്ങളിലും കഴിയുമ്പോഴത്തേക്കും തിരിച്ചു പോകുമ്പോഴത്തേക്ക് എൻ്റെ വിതുമ്പൽ എല്ലാ ട്രെയിനുകളിലും ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ഞാൻ കൂടുതലധികം സ്നേഹിച്ച നാടാണ് ചുനക്കര. എസ്പെഷ്യലി മഹാദേവി ക്ഷേത്രത്തില്
വരുന്ന സമയങ്ങളിലെല്ലാം പോയി പൂജ കൊടുക്കുകയും വേണം. പ്രത്യേകിച്ച് ചുനക്കര എന്റെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ, സാധാരണ ചുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ കൊടിയേറുന്നതിന് മുമ്പ്, ഉത്സവത്തിന് മുമ്പ് കുടുംബത്തിൽ ലൈക്കരിക്കുറ്റി കുടുംബത്തിൽ നിന്നായിരുന്നു എണ്ണ കൊടുത്തുകൊണ്ടിരുന്നത്. അത് പണ്ട് ഉണ്ടായ കാര്യം, അതിനു വേണ്ടി അമ്പലത്തിൽ നിന്ന് ഒരു ചക്ക് പോലും, ഈ ആട്ടുന്ന ചക്ക് പോലും കുടുംബത്തിന് കൊടുത്ത് ദാനം ചെയ്തിരുന്നു. അതൊക്കെ പോയതിനു ശേഷവും അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഓരോരുത്തർ ഇവിടെ ഉള്ളപ്പോഴും അത് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതൊക്കെയാണ് നമ്മളുടെ സ്നേഹത്തിന്റെ പ്രകടനവും നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള നമ്മളുടെ കർത്തവ്യം, ജോലിയല്ലെന്ന് പറയാനുള്ളത്, നമ്മൾ ചെയ്യേണ്ട കർത്തവ്യവും കർമ്മത്തിനുള്ള ഫലങ്ങൾ ഈശ്വരൻ തരുന്നത്.